എവിടേക്കാ? ഞാൻ ഈ ബാഗ് ഒന്ന് കൊണ്ടുവച്ചിട്ട്. നീ എവിടെ ഇരിക്ക്, എനിക്ക് കുറച്ച് ഉപദേശങ്ങൾ തരാനുണ്ട്, എന്നിട്ടാവാം ബാക്കി. എടാ, ഈ ജീവിതം എന്ന് പറയുന്നത് ഒരു ഓട്ട മത്സരം പോലെയാണ്. അതുകൊണ്ട് നിന്റെ മറ്റൊരു സോടെ കാണിച്ചിട്ടുണ്ടല്ലോ, മുട്ടുകാലി ഞാൻ തല്ലി ഓടിക്കും. പിന്നെ നീ ഓടില്ല. നമ്മളോടൊന്ന് തിരിച്ചു പോകുമ്പോൾ നീ ഒരു പുതിയ മനുഷ്യനാവും. കഴിഞ്ഞതൊക്കെ മറന്ന് ഈ അമ്മാവൻ്റെ ശിക്ഷണത്തിൽ കുറേ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. പഠിപ്പിക്കും ഞാൻ. ബാബ അതിനുള്ള മനഃശക്തി തരട്ടെ. കഴിഞ്ഞതൊക്കെ ഓർത്തെടുത്തുകൊണ്ട് വെറുതെ കാര്യങ്ങൾ വഷളാക്കണ്ട. ഈ പ്രേമമൊക്കെ ഈ പ്രായത്തിൽ എല്ലാവർക്കും ഉണ്ടാവുന്നതാണ്. ചിലവരുടെ റെഡിയാവും, ചിലവർ റെഡിയാവില്ല. നിന്റെ റെഡിയാവില്ല. ഈ പ്രേമവും കോപ്പൊക്കെ ഉണ്ടായിട്ടാണോ ഞാനൊക്കെ ഇപ്പോഴും ഈ പൂർണ്ണ ആരോഗ്യത്തോട്ടിരിക്കുന്നത്? ബാബാ കാത്തിരക്ഷിക്കണമേ. രാവിലെ 5 മണിക്ക് യോഗ ഉണ്ടാവും. അത് വേണം. വേണം. അളിയ എന്തായി? വന്ന് കേറിയതുള്ളടാ. എവിടെ നിന്റെ പുഷ്പാങ്കതനമ്മാവൻ? ആകെ ഒരു അവിടെ ഉണ്ട്. അയാളും അയാളുടെ ഒരു യോഗയും സംഭവം അമ്മാവനൊക്കെ തന്നെ. പക്ഷെ ഇതുപോലൊരു മൈത്താണ്ടിനെ ഞാൻ ജീവിതത്തിൽ കണ്ടിട്ടില്ല. ഒന്നുമില്ലെങ്കിൽ എന്റെ അമ്മയച്ഛന് ഹാപ്പി ആവുമല്ലോ. ഈ സാഹചര്യത്തിൽ എന്തുകൊണ്ടും ഇവിടുന്ന് മാറിയിക്കണം നല്ലത്. പിന്നെ നിനക്ക് റിലാക്സേഷൻ ഒക്കെ വേണ്ടേ? കുറച്ചു ദിവസം അവിടെ നിക്ക്. ആരൊറ്റ കാര്യം ആലോചിച്ചിട്ടാണ്. പിന്നെ നീയേ ആ പഴയ കാര്യം ഡിപ്രഷൻ അടിച്ചിരിക്കുന്നു വേണ്ട. ഓ മൈ, നീ വെച്ചിട്ട് പോ. ഞാൻ ഈ പരിസരമൊക്കെ ഒന്ന് പരതട്ടെ, വല്ല കിളികളും ഉണ്ടോന്ന്. നീ ഇടയ്ക്ക് വിളിക്ക്. കളിയില്ലല്ലേ? നടക്കട്ടെ നടക്കട്ടെ. ബൈ. ഓക്കേടാ ബൈ. പിന്നെ ആ വീഡിയോ വൈറലാട്ടാ. 6 ലക്ഷം വ്യൂസ്. കമന്റ് വായിച്ചിട്ട് പോനെ ഞാൻ ചിരിച്ച് ചത്ത്. വെച്ചിട്ട് പോട. സമയം 12. എന്താ നിന്റെ പ്ലാന്? അത് പറ. അളിയാ, ക്രിസ്മസ് രാത്രിയാണ് ഇന്ന്. ഞങ്ങൾക്ക് അടിച്ചു പൊളിക്കണം. അതിന് എന്ത് റിസ്ക് ഞാൻ എടുക്കും. റിസ്ക് ഒക്കെ കൊള്ളാം. ഒന്നും കൂടി ആലോചിച്ചിട്ടൊക്കെ. നോ റിസ്ക് അറ്റ് ഓൾ. അവളുടെ കെട്ടിയും ഗൾഫിലാണ്, വീട്ടിൽ പുള്ളിക്കാരും ഒറ്റയ്ക്കും. ഞങ്ങളുടെ ആദ്യത്തെ ക്രിസ്മസാ. നിന്റെയൊക്കെ ടൈം അളിയാ. അല്ലാണ്ട് എന്ത് പറയാൻ. നിന്നെയൊക്കെ സമ്മതിക്കണടാ. എടാ, ടെക്നോളജി നമ്മൾ യൂസ് ചെയ്യണം. മനുഷ്യന്മാരുടെ ഓരോ ആവശ്യങ്ങൾക്കാണ് ഇതൊക്കെ ഉണ്ടാക്കിയിട്ടേക്കണേ. എടാ, നീ എപ്പോഴും ഈ ഫേസ്ബുക്കിൽ കിടന്ന് കറങ്ങി, ഇൻസ്റ്റയിലോട്ടൊക്കെ ഇറങ്ങ്. അവിടെ അല്ലേ കളി മൊത്തം. കണ്ടവളുമാരെ മൊത്തം ഫോളോ ചെയ്യുക. അവളുമാരിടുന്ന പോസ്റ്റിനൊക്കെ ചുമ്മാ ലവും കമൻറ്റും ഒക്കെ വാരി കോരിയിട്ട് ചുമ്മാ ഏതെല്ലാം എണ്ണം വന്ന് വീഴും. എന്നാലും നട്ടപ്പാതിരിക്കൊരു വീട്ടിൽ കയറിച്ചില്ല എന്നൊക്കെ പറഞ്ഞ. എടാ, അതല്ലേ അതിൻ്റെ ത്രില്ല്. തട്ടത്തിമറത്തിൽ നീമ്പോളിയൊക്കെ പോയ പോലെ. അവളാ തട്ടണ്ട് മാറ്റിയ സാറേ, ചുറ്റുള്ള ഒന്നും കാണാൻ പറ്റൂല. അതല്ലേ? അതന്നെ. നീ വാ, എനിക്ക് അവളുടെ വീട് ഇവിടെ അടുത്താണ്. വണ്ടിയും കൊണ്ട് അങ്ങോട്ട് പോകണം സേഫല്ല. തള്ളു 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 തള്ളടാ. നീ ഇവിടെ ഞാൻ പോയിട്ട് പെട്ടെന്ന് വരാം. നീ ഇവിടെ വന്നിട്ട് എന്ത് ചെയ്യാനാണ്? ഞാൻ അവിടെ വന്നാലും ഇവിടെ വന്നാലും ആരും കാണാണ്ട് എന്നാ വാ. പരിചയമില്ലാത്ത നാടാണ്. എനിക്കെന്തോ ചെറിയ പേടി പോലെ ഇല്ലാതില്ല കേട്ടോ. ഒരു കാമുകൻ എപ്പോഴും വെൽ പ്ലാൻഡ് ആയിരിക്കും. ഡോണ്ട് വറി, വാ. നീ ഇങ്ങനെ പേടിക്കലടാ. അല്ല, ഓൾക്ക് എന്ത് പ്രായം? ഒരു 30-35. 30 ലക്ഷം കൂടുതലാണ്. അതിൻ്റെ മനഃശാസ്ത്രം നിനക്ക് അറിയാൻ പാടില്ലാഞ്ഞിട്ടാണ്. 30 കഴിഞ്ഞ പെണ്ണുങ്ങൾ സ്നേഹം വാരിക്കൊരു കൊടുക്കും. അതാണ് ശരിക്കും. ആന്ന്. നീ നിസാര വിത്തല്ലോ. എടാ, ഇങ്ങനെ തുള്ളിച്ചാടി പോലെ പൂച്ച നടക്കണ പോലെ നടക്ക്. നമ്മൾ നടക്കുന്നത് കരിയില പോലും അറിയരുത്. ഓക്കെ. ഓവറാക്കലടാ. നോർമലായിട്ട് ആൾക്കാർക്ക് സംശയമില്ലാത്ത വിധത്തിൽ നടക്ക്. ഇത് പരിപാടി തുടങ്ങുന്നതിന് മുന്നേ നാട്ടുകാർ പിടിക്കും. എടാ, ഇതാണ് വീട്. എന്നാ പോയി ബെല്ലടിക്കാം. നീ ഇതെവിടെ പോണു?
ഞാൻ അവിടെ വല്ല ചായം കുടിച്ചു തന്നോളാം. നിങ്ങൾ കടിക്കുക മകനേ, എന്താന്ന് വെച്ചാൽ ഞാൻ ഒറ്റയ്ക്കാണ് വന്നിരിക്കുന്നത്, അതും ഡെറാഡൂണിന്ന് സ്ട്രെയിറ്റ്. ഇത് കണ്ട ഡെറാഡൂണിലെ മുസോറിയിൽ മാത്രം കിട്ടുന്ന മുസോറിയൻ ഫെനി. പന്നി, നീ ഇത് രാവിലെ ധർമ്മൻ്റെ വാങ്ങിയ പൊട്ടച്ചാറായില്ലടാ. അത് നിനക്ക്, എനിക്കിത് മുസോറിയൻ ഫെനി. ജില്ല വിട്ട് പുറത്തു പോകാത്ത മുതലാണ് സ്റ്റേഡിയം ഫാൻ. പിന്നെ പൊളിക്കുന്നൊക്കെ കൊള്ളാം, മാക്സിമം 1 മണിക്കൂർ. എനിക്കിവിടെ കിടന്ന് കുതുടികളൊന്നും കേട്ടോ. എടാ നീ ഇവിടെ നിന്ന് തന്നാൽ മതി, ആരെങ്കിലും വരുവാണെങ്കിൽ ചെറിയൊരു സിഗ്നൽ തരും. വിസിലടിച്ചാൽ മതിയോ? അത് വേണ്ട, സ്ഥിരം സിനിമയിലുള്ളതാ, ആവശ്യമുള്ള സമയത്ത് വിസിൽ വരില്ല. നിന്റെ മൊബൈലിൽ വിളിച്ചാൽ പോരെ? മതി. അയ്യോ 1 മിനിറ്റടാ, എൻ്റെ ഫോൺ സ്വിച്ച് ഓഫ് ആടാ. ബെസ്റ്റ്. ദർ ഇസ് എ പ്ലാൻ ബി. പറ. എടാ ഞാൻ അവിടെ ചെന്നിട്ട് നിന്നെ ഇങ്ങോട്ട് വിളിച്ചാൽ പോരെ? കിട്ടില്ല ഐഡിയ. ഓക്കെടാ, സീ യു. എന്താടാ എൻ്റെ മൊബൈല് അത് നീ വിളിച്ച ഓണായിരിക്കണ്ടേ? ടോട്ടൽ ട്രാപ്പ്. ദർ ഇസ് എ പ്ലാൻ സി. ഡോണ്ട് വറി, നിന്റെ കയ്യിൽ നേരത്തെ കത്തിച്ചതിന്റെ ബാക്കി പടക്കില്ലേ? പ്ലാൻ സി. എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നീ അതിൽ നിന്ന് ഒരു പടക്കെടുത്ത് കത്തിക്കുക. എന്തെങ്കിലും പ്രശ്നം തോന്നിയാൽ മാത്രം. ഓക്കെ. പ്രശ്നം രൂക്ഷമാണെങ്കിൽ രണ്ടാമതൊരു പടക്കം കൂടി കത്തിക്കുക. സെറ്റ്. മൂന്നാമത്തെ പടക്കം വിട്ട് കഴിഞ്ഞാൽ കണ്ടം വഴി ഓടിയിരിക്കും. കിടു ഐഡിയ. പക്ഷെ പടക്കം പൊട്ടിച്ച എല്ലാവരും ക്രിസ്മസ് അല്ലേ, ആരെങ്കിലും ആഘോഷിക്കാന്ന് വിചാരിച്ചോളൂ. അപ്പൊ ഓക്കെ. നീ എന്തിനാ അതിന് മതിൽ ചാടണം? ഫ്രണ്ട് കൂടെ പോയാ പോരെ? ഏയ് അതിലൊരു ത്രില്ലില്ല, മതിൽ ചാടി വേണം പോവാൻ. അതാണ് അതിൻ്റെ ഒരു ഇത്. കാമുകന്മാരെ എപ്പോഴും റിസ്ക് എടുക്കണം. റിസ്ക് എടുക്കുന്നവരെയാണ് ചിഞ്ചുവിന് ഇഷ്ടം. ഓക്കെ, ബെസ്റ്റ്. താങ്ക്സ്. ഞാൻ വാതിൽ തുറന്നുതരാം. വേണ്ട, ഞാൻ കുറച്ചേരം കൂടി നോക്കി നോട്ടെ. വിനോദ ആയിഷയെ നോക്കിയെന്ന പോലെ. ഷോ, ഇങ്ങനെ നോക്കല്ലേ മനു, എനിക്ക് എന്തോ പോലെ. എന്നാ ഞാൻ അപ്പുറത്ത് കൂടെ വരാം. തുറക്ക്. ഹിമാലയത്തിന്റെ ടോപ്പിൽ ബുള്ളറ്റുമായിട്ട് നിൽക്കുമ്പോഴാണ് ക്രിസ്മസിനൊരു ഗിഫ്റ്റ് വേണമെന്ന് പറഞ്ഞ് ചിഞ്ചുവിൻ്റെ വിളി വരുന്നു. പിന്നെ ഞാൻ ഒറ്റ വിടലായിരുന്നു 100 എൻ്റെ ചിഞ്ചുവിനെ കാണാൻ. ഹിമാലയത്തിന്റെ ടോപ്പിൽ ബുള്ളറ്റ് ഒക്കെ കയറുവോ? പിന്നെ ജമ്മു വഴി കാട്ടിക്കൂടെ ഒരു ഷോർട്ട് കട്ട് ഉണ്ട്. ഞാൻ മേജരവേക്ക് അതുവഴിയല്ലേ പോണേ. സിനിമാക്കാരെയൊക്കെ അറിയാല്ലേ? മനുവിന് സിനിമയിൽ അഭിനയിച്ചൂടെ? നല്ല ഗ്ലാമർ ആണല്ലോ. താല്പര്യമില്ലെന്നേ. എനിക്ക് യാത്രകള്, ബുള്ളറ്റ്, ഹിമാലയൻ മലനിരകൾ, ഇതൊക്കെയായിരുന്നു താല്പര്യം. ഇപ്പാരോടാ താല്പര്യം? അത് ഇപ്പം എൻ്റെ ചിഞ്ചുവിനോട്, എൻ്റെ ചിഞ്ചുവിനോട് മാത്രം. മുസൂറിയൻ ഫെനി, എൻ്റെ മുത്തിന് മനുവിൻ്റെ സമ്മാനം. ഇവനെ കാണുന്നില്ലല്ലോ. ഇവിടെ ഒന്ന് വലിക്കാം, നീ അവിടെ കടന്നു വലി. ഓർമ്മയുണ്ടോ ചിഞ്ചുവിന് ഞാൻ ആദ്യമായിട്ട് ചിഞ്ചുവിൻ്റെ പേഴ്സണൽ ലൈക്ക് അടിച്ച്? മറക്കാൻ പറ്റുമോ? അന്ന് ഞാൻ ഡെറാഡൂണിലായിരുന്നു. ഇപ്പം ചിഞ്ചുവിൻ്റെ വീട്ടിലും. ഇവിടെ ഞാനും ചിഞ്ചുവും മാത്രം, ഈ അടച്ചിട്ട മുറിയിൽ. വാട്ട്സ് നെക്സ്റ്റ്? എല്ലാം ചിഞ്ചുവിൻ്റെ ഇഷ്ടം. യോഗം. ശോ.